Yes, good morning. Good morning, sir. Okay, good morning. Yes. Okay, Arsha. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? സീരിയലുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞില്ലേ? ഹരി കഴിഞ്ഞ ക്ലാസ്സില് യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നായിരുന്നു. ഓക്കെ, അഞ്ജലി യെസ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായാലില്ലേ? ആസ്മി ഉണ്ടായില്ലേ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ നമ്മള് ലാസ്റ്റ് ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് മറന്നുപോയല്ലേ? ഓക്കെ, ഇപ്പൊ അന്ന് ഇല്ലാതിരുന്നവര് ഉള്ളത് കൊണ്ട് ഞാനത് വീണ്ടും പറയാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു ഓർമ്മ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു. ക്ലാസ് മാറിപ്പോയത് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, സംഭവം അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രേംകുമാർ എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഒരു ദിവസം ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് കുറച്ച് നാൾ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു വാചകം ഇതിനെ പറഞ്ഞു. ആ വാചകം ഇതായിരുന്നു: സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമായ വിഷമുള്ളതാണ് സീരിയലുകൾ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്ന് ഉപമിച്ച ആ ഉപമ എൻഡോസൾഫാൻ പോലെ എന്ന് പറഞ്ഞത് വലിയ വിവാദമായി. അപ്പൊ കുറച്ച് ആളുകള് അപ്പൊ രണ്ട് പക്ഷമായിപ്പോ. അപ്പൊ അതിൽ കുറച്ച് ആളുകൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. കാരണം സീരിയലുകള് സിനിമ പോലെ സെൻസർ ചെയ്യുന്നില്ല, അപ്പൊ സെൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ നിലവാരം വളരെ കുറവാണ്, എല്ലാം ഒറ്റ പാറ്റേൺ ആണ്. ആളുകളുടെ സമയം പോകുന്നു, ആളുകളുടെ എനർജി നഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ശ്രീജക്ക് 5 മിനിറ്റ് സമയം തിരക്കുന്നത് കഴിയുമ്പോൾ പറയാണ്ട് ഇതിനെ കുറിച്ച്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു ചോദിക്കുന്നതാണ്, ചോദ്യമാണ്. യെസ്, അപ്പോ മനസ്സിനെ കുറിച്ച് വെച്ചു പോയിന്റുകളൊക്കെ. യെസ്, അപ്പൊ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ വേറെയും കുറച്ച് ആളുകൾ പറഞ്ഞു ആ പറഞ്ഞത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വൈകുന്നേരങ്ങളിലെ ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത് ഈ സീരിയലുകളാണ്. അതുകൊണ്ട് സീരിയലുകള് ഒരു മോശമാണ് എന്നുള്ള അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ഈ സീരിയൽ എന്ന് പറയുന്ന ഈ മേഖല ഒരുപാട് ആളുകൾക്ക് ജോലിയിലേക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്നതാണ്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ആയിട്ട് ജോലി കിട്ടുന്നത് കൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോ അഭിനയിക്കുന്നത് കൂടാതെ ചിലപ്പോൾ അവിടെ ഫുഡ് കൊണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ എത്തിക്കുന്നപ്പോൾ വണ്ടി ഓടിക്കുന്ന, അങ്ങനെ ഒരുപാട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതമാർഗമാണ്. അപ്പൊ അതുകൊണ്ട് സീരിയലുകൾ നിരോധിക്കരുത്, അത് വേണ്ട എന്ന് വെക്കരുത് എന്ന അഭിപ്രായം കൂടി വന്നു. ഓക്കെ, അപ്പൊ രണ്ട് അഭിപ്രായങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് ഇതില് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചത്. അതാണെന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങനെ വിട്ടേക്ക്. നാം ഈ ക്ലാസ്സിൽ ഞാനിപ്പോ ആദ്യം ചോദിക്കുകയാണ്,
അപ്പൊ ആദ്യത്തെ അഭിപ്രായം ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം നിങ്ങൾ പറഞ്ഞത് ഇംഗ്ലീഷിൽ. നിങ്ങളുടെ അഭിപ്രായം വേറെ അഭിപ്രായം വ്യത്യാസമായിരിക്കും, പക്ഷെ യു ക്യാൻ സേ യുവർ ഒപ്പീനിയൻ. അപ്പൊ ആർഷ പ്രിപ്പയർ ചെയ്തോളൂ. അപ്പൊ നമുക്ക് തുടങ്ങി വെക്കാം. ശ്രീജ, സ്റ്റാർട്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? ആദ്യം ഇംഗ്ലീഷ് പറയും, അത് നമുക്ക് തികയാത്തത് നമുക്ക് മലയാളത്തോട് ഉണ്ടല്ലോ. മലയാളത്തിലാണെങ്കിൽ എല്ലാവരും തകർത്ത് പറഞ്ഞേനെ. യെസ്, ഇംഗ്ലീഷ് പറയും. പിന്നെ എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇംഗ്ലീഷിലേക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കണം. ആലോചിച്ചോളൂ. വെരി ഗുഡ്. ആലോചിച്ചു, 5 മിനിറ്റ് ആലോചിച്ചു. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു സുമേഷ്. സന്തോഷ്. യെസ്. അഞ്ജലി. ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ എല്ലാവരും. യെസ്. ലിനി ഹരി. ആലോചിക്കട്ടെ സാർ. ഓക്കെ. ആലോചിച്ചു. ഇനി ആലോചിക്കാനുള്ള സമയം തന്നില്ല എന്ന് പറയണ്ട. പ്രിൻസിപ്പിയും ലിത അജിത് കുമാർ. യെസ്. ഗൗരി. യെസ്. ആലോചനയിലായിരിക്കും അല്ലേ? ലിൻഷ. ഒരു 5 minutes. ഓക്കെ. ആലോചിച്ചോളൂ. നിങ്ങള് റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ ആലോചിക്കുക പറയുമ്പോൾ ഒരു സന്തോഷം, മിണ്ടാതിരിക്കുമ്പോഴാണ്. ജുസൈല. ആലോചിക്കാനാ? ഞാൻ പറയാ. വെരി ഗുഡ്. ഓക്കെ. പറഞ്ഞോളൂ ജുസൈല. യുവർ ഒപ്പീനിയൻ. അതായത് ഞാനൊരു ഹിന്റ് പറയുകയാണ്. ഇപ്പൊ ജുസൈല പറയുമ്പോ ഞാനിപ്പോ സീരിയല് നല്ലതാണെന്ന് പറഞ്ഞു കഴിയുമ്പോ എന്നെ ഇനി മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമോ, സീരിയലിന്റെ ആളാണ് അങ്ങനെ ഇരിക്കണ്ട. നമ്മൾ പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ്. അത് വേറെ അഭിപ്രായമായിട്ട് യോജിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. യു ആർ ടെല്ലിംഗ് യുവർ ഓൺ വ്യൂ. ഓക്കെ, പറഞ്ഞോളൂ ജുസൈല. The serial don't stop. Yes. Because some people want serial, they watch it. Yes, പറഞ്ഞോളൂ. Serial don't stop because some people want serial watch. Yes. They watch it. Another people avoid it. Okay. I ask you a doubt. Do you agree with the opinion of Prem Kumar? Do you agree with the opinion of Prem Kumar? Prem Kumarന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ യോജിക്കുന്നുണ്ടോ എന്തുണ്ടെങ്കിലും ആവാം. പ്രേംകുമാർ അത് അവോയ്ഡ് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? Yes. No.
I don't agree. Yes. Okay. Okay. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു കേട്ടാ. Yes. അപ്പൊ ഒന്നുകൂടെ മലയാളത്തിലാണെങ്കിൽ പറയാ. എന്തോ മലയാളത്തിലാണെങ്കിൽ അറിയാ. മലയാളത്തിൽ പറഞ്ഞു. ഇത് വേറെ ആർക്കും തരുന്നതല്ല. കാരണം ജുസൈൽ ആദ്യം പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനായിട്ട് അല്ല ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടി മാത്രമാണ് ജുസൈലൊക്കെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത്. പറഞ്ഞ ജുസൈല മലയാളത്തിലാണ് ജുസൈൽ എന്ന് പറഞ്ഞത്. സീരിയൽ ആവശ്യമുള്ളവർ കണ്ടോട്ടെ, അത് ഒരുപാട് ജോബ് ഒക്കെ തരുന്നതല്ലേ. അല്ലാത്തവര് അത് അവോയ്ഡ് ചെയ്യട്ടെ, അതിന് ഇരിക്കണ്ട, താല്പര്യം ഇല്ലാത്തവര് കാണണ്ട, അത്രല്ലേ ഉള്ളൂ. അത് നിർബന്ധിക്കണില്ലല്ലോ, ടി വി തുറക്കണമെന്നോ അല്ലെങ്കിൽ അത് കാണണമെന്നോ ഒന്നും ആരും നിർബന്ധിക്കണില്ലല്ലോ. ആവശ്യമുള്ളവർ കണ്ടാ പോരെ. ഇതിന്റെ പറയുന്നത് 1-2 പ്രാവശ്യം കണ്ടില്ലെങ്കിൽ അത് നേരെ ആകുമ്പോൾ കാണാനായിട്ടുള്ള തോന്നൽ വരൂലേ എന്നാണ് ചോദിക്കുന്നത്. അത് വരും. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ വിട്ടിട്ട് അതിന്റെ പുറകെ പോയില്ലേ എന്നാണ് സംശയമായിട്ട് ചോദിക്കുന്നത്. അതിപ്പോ മൊബൈലാണെങ്കിൽ എന്ത് കാര്യത്തിലും അങ്ങനെയല്ലേ. നമ്മളെ കൺട്രോൾ ചെയ്യണം. ഞാൻ പിന്നെ അതൊന്നും കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയൂല. കാണാറില്ല. ഇല്ല. ശരി, നമ്മുടെ മൊബൈലിൽ മാത്രമേ ഉള്ളൂ. അതെ. ഹൈടെക് ആണ് അല്ലേ? വെരി ഗുഡ്. ടി വി ഒക്കെ പിള്ളേര് കാണട്ടെ. ഹൈടെക്. ഓക്കെ. പിന്നെ വേറെ എന്താണ് അഭിപ്രായം? ഈ സെൻസർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടുകൊണ്ടിരുന്നപ്പോ ഇത് കുറച്ചുകൂടി ഒക്കെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്? അതില് സീരിയല് എന്ന് പറയുന്നത് വെറും ഇതാന്ന് തോന്നണേ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യം തോന്നുന്നുണ്ട്. എപ്പോഴും അടിയും വഴക്കുവാൻ തോന്നുന്നു. അപ്പൊ ഇനി വേറെ കാര്യം കൊണ്ട് ചോദിക്കട്ടെ, സീരിയൽ ഓർ ഫിലിം ഏതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്? എന്താണ്? സീരിയൽ ഓർ സിനിമ നല്ലതായിട്ട്? കുറച്ചുകൂടി നല്ലത് ഫിലിമാണ്. കാരണം അത് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തീരൂലേ. ആ ഒരു പോയിന്റ് പറയുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഓക്കെ, അതിന് ഡ്യൂറേഷൻ ഉണ്ട്, 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കും. മറ്റത് വലിച്ചു കൊണ്ടുപോകും. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എല്ലാത്തിനും ഒറ്റ പാറ്റേൺ അല്ലേ കഥ? അതിൻ്റെ അകത്ത് ഇതേ കഥ തന്നെ വേറൊരു മോഡൽ, അതേ കഥ തന്നെ ഇപ്പോഴത്തെ വേറൊരു മോഡൽ, സെയിം അല്ലേ എല്ലാവരും? അതറിയില്ല. അതറിയൂല. ഞാൻ അങ്ങനെ കാണാറില്ല. ഇതുവരെ കണ്ടിട്ടില്ലേ ജുസൈല? സ്ഥിരമായിട്ട് കണ്ടില്ല. ഇങ്ങനെ നമ്മള് മാറ്റുമ്പോ ഓരോ ഭാഗങ്ങളൊക്കെ കണ്ടിക്കണെന്നല്ലാതെ ഒന്നിന് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ ജുസൈല. അപ്പൊ ഇപ്പൊ അവർക്ക് ആലോചിക്കാൻ സമയം കിട്ടിക്കണം. അപ്പൊ അവർക്ക് ആലോചിക്കാതെ സമയം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ജുസൈലയോട് സംസാരിക്കും. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ശ്രീജ, നമുക്ക് തുടങ്ങിയാലോ? Okay, start ചെയ്തോളൂ. What is your opinion about this? I will try to talk about English. Okay. I don't know how to perfect. Okay. No problem. നമുക്കത് പറയാനുള്ളതാണ്. Okay, sir. Okay, sir. I agreed the statement of Premdas sir, and the serials are content. All serials content include violence and sexual themes, violence content and sexual content, and other themes are include and that are not suitable for children's. So the mothers and
all watched pupils watching time, the serial watching time, uh, uh, also children's watch, uh, um, and they are affect so the childrensനെ ഒരുപാട് അഫക്ട് ചെയ്യും. കാരണം കാരണം എന്താന്ന് വെച്ചാല് അതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവര് വീട്ടിൽ അനുകരിക്കാനായിട്ട് തുടങ്ങും. അതെ അതെ, ജഡ്ജ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ഫിലിംസിലായാലും കണ്ടന്റ് ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും, സീരിയൽസ് ആൻഡ് ഫിലിംസിലായാലും. പക്ഷെ ഫിലിംസിൽ ആ ഒരു ഇത് കഴിഞ്ഞു, ആ ഒരു 2 hours കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഒക്കെ നൽകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ കുറെ ഇന്റർവ്യൂസിൽ കണ്ടത് പ്രകാരം അവർക്ക് ഓരോ ദിവസവും ആണ് അവരുടെ വേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നാണ് കണ്ടിട്ടുള്ളത്. ഓരോ ദിവസത്തെ വേജാണ് അവർക്ക് കൊടുക്കുന്നത്. സോ വേജ് മാത്രമാണ്, അവരുടെ മേക്കപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ അവരുടെ ക്യാഷ് കൊണ്ടാണ് അവർ മേടിക്കുന്നത്. സോ അത് മേ ബി സ്യൂട്ടബിൾ കണ്ടിന്യൂറ്റിയിൽ അത് ഒരുപാട് പ്രാവശ്യം അത് യൂസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിനൊക്കെ തൊഴിലവസരം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കാണുന്നത് കൊണ്ട് നെക്സ്റ്റ് എന്താണ് ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻസ് ആണ്. എന്നാലും അവർ ഇടയ്ക്ക് വന്ന് ഇതൊന്ന് നോക്കിയിട്ട് പോട്ടെ, എന്തായിട്ടുണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കാണുന്ന എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, സീരിയൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. സോ ഇതേ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളതിൽ ഇൻസ്പയർഡ് ആയിട്ട് കാണാന്നൊക്കെ പറയില്ലേ, സോ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ട് കണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു വിക്ടിമാണ് ഞാൻ. അങ്ങനെ തന്നെ പറയാം, ഒരു വിക്ടിമാണ്. അതിപ്പോ ഒരു 2-3 സീരിയൽ ഞാൻ എന്താ പറയാ, അതിന്റെ ഒരു അഡിക്ഷൻ മൂലം ആ സീരിയൽ കഴിഞ്ഞിട്ടും യൂട്യൂബിലിരുന്ന് കണ്ടിട്ടുണ്ട്. അതിന്റെ ഓരോ സീരിയൽ 10,000 എപ്പിസോഡ്സ് ഒക്കെ ഞാൻ യൂട്യൂബിലിരുന്നുണ്ട്. അത്രയും അഡിക്ഷൻ ആയിരുന്നു. ആരോ ഒരാൾ പറഞ്ഞതിന് പ്രകാരം കണ്ടതാണ്. സോ അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. നേരത്തെ ജുസൈല പറഞ്ഞ ആവശ്യമുള്ളവരെ കാണട്ടെ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതെ സർ. ഫിലിംസിലാണെങ്കിൽ കൂടി കണ്ടന്റ് ഒക്കെ ഒരുപോലെ ആയിരിക്കും, പക്ഷെ അത്രയും എക്സ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്രയും കണ്ടിരിക്കുന്നില്ലല്ലോ നമ്മൾ. ആ 2 hours കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പക്ഷെ ഇത് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് കാണിക്കും. അവര് മുമ്പത്തെ കാര്യം ഒന്നുകൂടെ കാണിക്കും, ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആയിട്ട്, ഒരു റൊമാൻസ് സീൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണാണെങ്കിലും ആ ഒരു ആക്ട്രസ് ആണെങ്കിലും ആക്ടർ ആണെന്നുണ്ടെങ്കിലും ആലോചിക്കും അവരുടെ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു. അത് 2-3 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. സോ അതെല്ലാം തന്നെ കുട്ടികൾ കാണുന്ന സമയത്ത് അവർക്കത് നന്നായിട്ട് ഹാംഫുള്ളി എഫക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കൊരു അമ്മമാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഒന്നും നമ്മൾക്ക് പോയിരുന്ന് കാണാൻ പറ്റാത്തതിൽ കൂടുതൽ ഇപ്പോഴത്തെ സീരിയൽസ് കേട്ടോ, മുമ്പത്തെ സീരിയൽസ് അല്ല, ഇപ്പോഴത്തെ സീരിയൽസ് അവരുടെ മുമ്പിൽ പോയിരുന്ന് കാണാൻ ഒരു ചമ്മൽ ഉണ്ടാക്കും. ഇപ്പോഴത്തെ സെഞ്ചുറീസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും നോക്കില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മള് ഒന്ന് ചമ്മൽ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. താങ്ക് യു. വെരി ഗുഡ്. ഇത് തന്നെ പറഞ്ഞു. പിന്നെ ഇത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഉള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളത് മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞത്. അതെ സർ. ആസ്മി
Asmi. Yes. Samira. Yes. എന്നാ ലിൻഷ പറഞ്ഞോളൂ. ലിൻഷ. ഹലോ. യെസ് പറഞ്ഞോളൂ. അനോജ് കേട്ടില്ല സാർ. എന്തോ എന്തോ സാർ കേട്ടില്ല, എന്തോ പറഞ്ഞ. ഇപ്പൊ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞോളൂ. ലിൻഷയുടെ അഭിപ്രായം പറഞ്ഞോളൂ. In my point of view, it has both positive and negative sides. Yes. Many people can get income through making a serial. Yes. But at the same time, the women are wasting their valuable time by watching these serials. Yes. They are wasting their time. The emotional feelings of women. Yes. Yes. Okay. അത് കാര്യം പറഞ്ഞ കറക്റ്റ് ആണ്. The emotional feelings, crying, weeping, so and so. Okay. Some women are trying to imitate like the characters, like Yes. Ammai, Nathun, fight. Father-in-law, mother-in-law. Okay. But we can get more models from like dressing, makeup, and jewelry. Okay. We will get the dressing models. Okay. And we will imitate it. Okay. Yes. Oh, very good. പണ്ട് കാലത്ത് ഹിന്ദി സിനിമയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ്. കാരണം മലയാളത്തിലായിരുന്ന സിനിമയൊക്കെ കൂടുതൽ ഡ്രസ്സിങ്ങിന്റെ മോഡലുകളുടെ ഹിന്ദി സിനിമകളിലാണ്. യെസ്. യെസ്. Nowadays, the Malayalam serials are translation of Hindi serials. Okay. It is a dubbing. Okay. So ഇപ്പൊ നമ്മുടെ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിപ്പ് പൂർണ്ണമായും ന്യൂട്രൽ ആണ് സാർ. ന്യൂട്രൽ ആണ് അല്ലെ? ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സമീപനം അല്ലെ? വേണ്ടണം. വെരി ഗുഡ്. വേണ്ട. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഓക്കെ. അങ്ങനെ രണ്ടും കൂടി പരിഗണിക്കുമ്പോ ഏത് സൈഡാണ് കൂടുതലെന്ന് തോന്നുന്നത്? When you consider both the merit and the demerit? പ്രേംകുമാർ സാറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതെ. വെരി ഗുഡ്. ഓക്കെ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് കണ്ടാൽ ഓക്കെയാണ്. കൂടുതൽ അഡിക്റ്റ് ആവാണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ആൾക്കാരുടെ അഭിപ്രായോട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ലിലി. Yes, sir. I agree with the opinion of Prem Kumar, sir. Oh, yes. That it every serial ran in the same manner. Yes. I don't like serial. Yes. But some people who are addicted to the serial, yes, they treated serials as a leisure time for them. Yes. And they will live in that serial and they believe it is true. Yes. And they adapt it in their life also. Yes. Okay. But in the same time, some serials are good in subjects. And it gives job opportunity to many people. Yes. At the same time, it gives wrong messages to children and the society. Okay.
That's all, sir. Okay, okay, very good. Okay, okay. ഉള്ളത് കാശിക്കുറുക്കി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഗൗരി, Yes, sir. what is your opinion about that? Serials have two sides, positive and negative. Yes. In positive side for entertainment, housewife, Yes. and in negative side is some people's addicted for serials Yes. and imitated also. Yes. പിന്നെ മലയാളത്തിൽ മതിയോ? Okay, okay, okay. Some are addicted to it. Okay, 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 okay. About what is, you agree with the ideas of the viewpoint of Prem Kumar? Okay. Okay. ഇനി അടുത്തത് റഹിയാനത്ത്. റഹിയാനത്ത്. Yes. Anjali. Anjali. Yes. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സെറമണിയോട്ട് കഴിഞ്ഞ ലാസ്റ്റ് ആഷിനെ വിളിക്കാൻ വിചാരിച്ചാൽ ഓക്കെ. പറയൂ ആഷ. Okay, sir. I strongly agreed to the perspective of the actor Prem. Prem Kumar. Yes, Prem Kumar. Most of the Indian women get addicted by these serials nowadays. Yes. We can't let them influenced by these people. Yes. Because most of the housewives in their 40s or in their 50s are get addicted mostly. Especially they are influenced by like the mother-in-law characters Yes. in the serials. Yes. And they followed that character in their life too. They are preparing themselves for the mother-in-law and Yes. daughter-in-law conflicts. Yes. Nowadays, the new mother-in-law crimes are increasing day by day. It is because of the scene of watching of serial. Yeah, of course. Yes. Most of the mother-in-law crimes, they are influenced by these serials, I think. Yes. In every serial, there is a mother-in-law who is portrayed as evil. Yes. I don't see any good character of a mother-in-law. In every serial, they used to be as portrayed as evil. So Yes. if you so this Indian women, including my own mother, was so addicted to this serials nowadays. So Yes. if you ask me to give a title, I would give a title like Indian women and their imaginary world or their obsession over this serials. Yes. And because they are obsessed with these characters. Yes. And my Velima used to say that whenever I see her, he used to say that like, don't you see that poor daughter-in-law? She is suffering so much. The cruel mother-in-law is always punishing her. Yes. There is a boundary. There is a specific characters are always set as good and evil. That must be the daughter-in-law and mother-in-law conflicts they are portraying. And if it gives them wages, the actors, if it gave them wages, they can proceed to make serials. But better to make it 2 days in a week. So it will help them to lower their addiction, in my opinion. Yes. Or include talents like dance or songs in between them. So Yes. it will helps to lower their addiction. For entertainment purposes, women can use this talent shows or talent activities to improve their talents instead of getting addicted to the serials. And everyone should, in my opinion, everyone should watch Sanjaram channel. We get to see so many world like
and many traditions and customs like, but nobody wants to watch Sanjaram channel. Yes. These, popular channels like Asianet and Surya TV are still is making this. They are just they are not showing the movies. That two channels is completely for serials. Yes. Every hour when we switch on the TV, there will be a serial in every time. Yes. So everyone is getting addicted. Like most of the housewives are usually on their home, so they will switch on the TV and like sit. They are hallucinating some in on their worlds. Like, so that's it, sir. Yes. Okay. Very good. Alle, you have your own experience of your mother in your home. Okay. Yes. Okay. Very good. ആശ ചിന്തിക്കുന്നത് കൂടുതൽപ്പെട്ടാണ് നിങ്ങൾ കുറച്ച് പേര് എനിക്ക് മനസ്സിലായി. കാരണം കൃത്യമായിട്ടും നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഒരു ചിന്താശേഷിയുള്ളവരാണെന്ന് മനസ്സിലായി. ഓക്കെ. വെരി ഗുഡ്. യെസ്, ഞാൻ ഇനി ഒരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളുടെ എല്ലാത്തിനും ആൻസർ ഗ്രൂപ്പൊന്നും ആക്കുന്നില്ല. ആകെ നമ്മള് 10 പേരൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി. All answers should begin with the letter E. E എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റർ E എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആൻസേഴ്സ് ആണ് വേണ്ടത്. E എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആൻസേഴ്സ്. ലെറ്റർ E. Okay. The first question is this. The first question is this. ആർക്കും പറയാം കേട്ടോ. A piece of jewelry worn, W-O-R-N, worn on ear, E-A-R. Earrings. Earrings. It's a correct answer. Linsha was correct answer. Earrings. The piece of jewelry worn on ear, that is called earrings. Next question. A sound that is reflected. Echo. Lily, your answer is correct. The sound that is reflected is called echo system. Yes. Next, a long fish that looks like a snake. Alligator. ശ്രീജ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. E കറക്റ്റ് ആണ് ശ്രീജ. ആൻസർ കറക്റ്റ് ആണ് ശ്രീജ. E. Okay, the long fish that looks like a snake. Eel. Next question. എല്ലാവർക്കും അറിയാവുന്നതാണ്. An imaginary line around the middle of the earth. Equator. So, Equator. equator. ശരിയാണ് ആശ. Equator. ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, equator. The imaginary line around the middle of the earth is called equator. Next question. To make people move out of. To make people move, M-O-V-E, out of from where they are living. Eliminate. Eliminate. Evacuate. Evict. So evacuate.
ഇവാക്യുവേറ്റ് എലിമിനേറ്റ് തീർത്ത് കളയാനും കൂടിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക, ഇതാണ് ഇവാക്യുവേറ്റ്, അല്ലെങ്കിൽ എവിക്റ്റ് എന്ന് പറയാം. എവിക്റ്റ്. ഓക്കെ, ഇവാക്യുവേറ്റ് പറഞ്ഞത് ലിനിയല്ലേ? Yes, sir. Okay, Lenny, is a correct answer. Okay. Very good. Next question. People living in ice, ice near Arctic, Arctic coast, COAST, coast. Igloo. Igloo. People living on ice near Arctic coast, COAST. Eskimos. Eskimos. Okay. ഐസില് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ ആഷയുടെ ആൻസർ കറക്റ്റ് ആണ്. ഐസില് ജീവിക്കുന്ന ആളുകൾ എസ്കിമോസ്. എസ്കിമോസ്. പീപ്പിൾ ലിവിംഗ് ഓൺ ഐസ് നിയർ ആർട്ടിക് കോസ്റ്റ്, എസ്കിമോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെഷീൻ that provides power for vehicle. Engine. Is a correct answer. Engine. A machine. Okay, Srija. Answer കിട്ടിയായിരുന്നു. Engine ആണ്, correct ആണ്. Okay. അപ്പൊ നമുക്ക് ആൻസർ okay. A machine that provides power for vehicle. അത് engine ആണ്. Next question. When the moon comes between sun and earth, the moon Eclipse. Okay. അപ്പൊ ഏതാണ്ട് ശ്രീജയുടെയും ആഷയുടെയും ആൻസർ ഒരേ സമയം വന്നു. അപ്പൊ അവരുടെ രണ്ടുപേർക്കും ഓരോ പോയിന്റിടെയാണ്. Okay. Eclipse is a good correct answer. To receive, RECEIV, to receive an income. To receive an income for doing work. No? Earnings. അത് രണ്ടുപേരും സെയിം. അതന്നെയല്ലേ ആശയം പറഞ്ഞു? അതെ സാർ. ഓക്കെ. അപ്പൊ ലിനിക്കും ആഷക്കും കൂടി ഞങ്ങൾ പോയിട്ടുണ്ട്. രണ്ടുപേരും ഏതാണ്ട് സെയിം ആയിട്ടാണ് പറഞ്ഞത്. ചോദ്യം ഇതായിരുന്നു, ടു റിസീവ് ആൻ ഇൻകം ഫോർ ഡൂയിങ് വർക്ക്സ്, ദാറ്റ് ഈസ് ഏർണിങ്സ്. നെക്സ്റ്റ് ഈസ് കോൾഡ് a large bird Eagle. with strong eyesight. Eagle. Okay. അപ്പൊ രണ്ടുപേരുണ്ട് അതിനകത്ത്. ലിനി ഉണ്ട്, ലിൻഷി ഉണ്ട്, രണ്ട് എല്ലുണ്ട്. ഓക്കെ. A large bird with strong eyesight, eagle. Next is called a study of, the study of how money is used. Economy. Economy അല്ല, economics. Economy എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റ് ആയിട്ട് വരും. ഇക്കണോമിക്സ്. ഓക്കെ. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ദ മണി ഈസ് ടു ബി യൂസ്ഡ്. എങ്ങനെയാണ് പൈസ ഉപയോഗിക്കുന്നത്. എക്കണോമിക്സ്.
Okay. Next is very, very simple, which is the last question. The opposite of exit. Entry. Entry. Okay. ഇതും ലിനിഷയ്ക്കും ലിനിക്കും കൂടി ഇത് തരികയാണ്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങള് മിടുക്കികളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റൊന്നും പറ്റിയില്ല. ഒരു ചോദ്യം പോലും എനിക്ക് വിട്ടു കിട്ടിയില്ല. എല്ലാത്തിന്റെയും ഉത്തരം പറയാനായിട്ട് പറ്റി. അപ്പൊ അതുകൊണ്ട് ഐ അപ്രീഷിയേറ്റ് എവരിബഡി. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോ ഓക്കെ. ശ്രീജക്ക് രണ്ടെണ്ണത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു. ചിലപ്പോൾ ബാക്കിയുള്ളത് അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും രണ്ടെണ്ണത്തിന് ആദ്യം പറഞ്ഞു. ഓക്കെ. ബാക്കിയുള്ളതിന് പുറകിലാണ് വന്നത് മാത്രമേ. ഓക്കെ 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 ഓക്കെ. ആശ 4 എണ്ണത്തിന് ഉത്തരം പറഞ്ഞു കറക്റ്റ് ആയിട്ട്. ആദ്യം 4 എണ്ണത്തിന് ആദ്യം പറഞ്ഞു. ഓക്കെ. ലിൻഷിയും 4 എണ്ണത്തിന് ഉത്തരം ആദ്യം പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ലിനി 6 എണ്ണത്തിന് ഉത്തരം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. ഓക്കെ 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 ഓക്കെ. യുവർ പെർഫോമൻസ് വാസ് വെരി വെരി ഗുഡ്. വളരെ നന്നായിട്ട് നിങ്ങളത് പെർഫോം ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു കഴിവിനൊക്കെ ഞാനത് അംഗീകരിക്കുന്നു. യെസ്. അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ നമ്മൾ വേറൊരു വിഷയം എടുത്തിടും. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്ന് പറയുക. യെസ്. അപ്പൊ ഞാനിനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചായിരുന്നു. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോ ടെൻസുകളിൽ വരുന്ന വാചകം ഏത് ടെൻസുകളിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലും കണ്ടീഷണൽ ഫോമിലേക്ക്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരെണ്ണം കൂടി നമ്മളത് സൂചിപ്പിച്ച് വെക്കുകയാണ്. അപ്പോ ആ സെന്റൻസ് ഞാനൊന്ന് പറയാം, അത് എഴുതിയെടുക്കുക. The boy said. The boy said. S-A-I-D. The boy said. ഇൻഡിവിജ്വൽ കോമ്പൻ എഴുതുക. I have done my homework. I have done my homework. Okay. ഇവിടെ നോക്കിയേ, ഇനി നമുക്കിവിടെ അറിയേണ്ടത് ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കണം. അപ്പൊ നോക്കിയേ, ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഏതാണ് ടെൻസ് എന്ന് പറയാമോ ആർക്കെങ്കിലും? Present perfect. It is correct answer, Linsha. Present perfect. Subject plus has or have plus verb. ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയാവുന്നതാണ്. പ്രസന്റ് പെർഫെക്റ്റ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറ്റിയതെന്നുള്ളത് ആർക്കെങ്കിലും പറയാമോ? Past perfect. ഓക്കെ ഓക്കെ ഓക്കെ. ലിൻഷ കറക്റ്റ് ആൻസർ. പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റിയതാണ്. അപ്പൊ അതൊന്ന് സൈഡിലോട്ട് ഒന്ന് കുറിച്ച് വെച്ചേ. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം എന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തി വെച്ച്. തന്നിരിക്കുന്ന വാചകം
പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി വരുന്ന 2 ടൈപ്പ് ടെൻസുകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നിപ്പോ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞു. ഇത് കൂടാണ്ട് വേറെ ഒന്നും പറഞ്ഞിരുന്നു. ഏതാണ്? Simple past. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും എന്താവും? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പൊ അത് ഓർത്തിരിക്കുക, സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം, പ്രസന്റ് പെർഫെക്റ്റും എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇത് രണ്ടും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാനുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ ബോയ് സെറ്റ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്നുള്ളതിന്റെ ആൻസർ എന്തെങ്കിലും എഴുതി. ഓക്കെ, ഹർഷ കറക്റ്റ് ആണ്. ഓക്കെ, ലിൻഷ കറക്റ്റ് ആണ്. യെസ്. ഇനി ആരെങ്കിലും? ഓക്കെ, കേവലി കറക്റ്റ് ആണ്. ഓക്കെ, ശ്രീജ കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ, ലിനിയും കറക്റ്റ് ആണ്. അടുത്ത വാചകം he said. He said, SAID, said. ഇനി ഇവിടുത്തെ കോമന്റ് we have decided, decided to meet. We have decided to meet again, AGAIN, again. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. He said, we have decided to meet again. Okay, Nimsha? Okay, Srija? Okay, Harsha? Okay, Lily? Okay, Gauri? Okay, അടുത്തത്. Bina said. ഓക്കെ, അല്ല അത് ലിൻഷ അവിടെ വേറെ പ്രത്യേകതയുണ്ട്. മീറ്റ് എന്ന് പറയുമ്പോ സബ്ജക്ട്. ഓക്കെ, അവിടെ ആരെങ്കിലും ചോദിക്കാൻ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചതിനിപ്പോ ഇവിടെ ഒരാൾ സംശയം ചോദിച്ചു, ആ മീറ്റ് എന്നുള്ളത് മാറ്റേണ്ട, മീറ്റ് കണ്ടുമുട്ടുക എന്നുള്ളതല്ലേ, അപ്പൊ അത് മെറ്റ് മാറ്റേണ്ടതെന്ന് സംശയം ചോദിച്ചു. യെസ്, അപ്പൊ അവിടെ നമുക്ക് നോക്കാം. വി ഹാവ് ഡിസൈഡഡ്.
ഞങ്ങൾ കാണാൻ തീരുമാനിച്ചു. അല്ല, വി ഹാവ് ഡിസൈഡ്, ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ അകത്ത് ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ്. സബ്ജക്റ്റ് ഏതാണ്? വി. വി സബ്ജക്റ്റ്, വി പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ്, പിന്നെ വെർബിന്റെ പാർട്ടിസിപ്പിൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സബ്ജക്റ്റ് ഏതാണ്? അതിനകത്ത് വേറെ സബ്ജക്റ്റ് വന്നിട്ടില്ല. വി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഇതിനെ 2 ക്ലോസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ വി ഹാവ് ഡിസൈഡഡ് എന്ന് പറയും ഒരു ക്ലോസ്. ടു മീറ്റ് ഹിം, കാണുവാൻ. അവിടെ ഈ വി എന്ന് പറയുന്ന ആളുകള് എന്താണോ തീരുമാനിച്ചത് ടു മീറ്റ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഈ പ്രസന്റ് ടെൻസിന്റെ കൂടെ, പ്രസന്റ് ടെൻസ് എന്ന വെർബിന്റെ കൂടെ ടു എന്ന് പറയുന്ന വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ അത് അതിന്റെ അർത്ഥം പറയുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ ഒരു വാൻ എന്ന് കൂടി ചേർത്ത് രീതിയിൽ പറഞ്ഞാൽ മതി. ടു സീ, കാണുവാൻ. ടു ജമ്പ്, ചാടുവാൻ. ടു ഈറ്റ്, ഭക്ഷിക്കുവാൻ. ടു ഡ്രിങ്ക്, കുടിക്കുവാൻ. നോക്ക്, ഞങ്ങൾ വീണ്ടും കാണുവാൻ തീരുമാനിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അവർ വീണ്ടും കാണുവാൻ തീരുമാനിച്ചു. അത്രയല്ലേ ഉള്ളൂ. കാണുക എന്നുള്ള പ്രോസസ്സിന് മാറ്റം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് മീറ്റ് എന്നുള്ളത് മീറ്റ് തന്നെ മതി. യെസ്, ഓക്കെ. അടുത്തത് അവരോട് ചെയ്യാം. ടീച്ചർ സെറ്റ്. ടീച്ചർ സെറ്റ്. ഇങ്ങോട്ട് പോകുമ്പോൾ you have written your examination well, W-E-L-L, well. You have written your examination well. Okay, Linsha. You have written your examination well. Okay, Arsha. Okay, Srija. Okay. നിങ്ങളുടെ പെർഫോമൻസ് മനോഹരമായിരുന്നു. We will meet in the next class, next day. Okay. Thank you, sir. Thank you, sir.